വെണ്ടയ്ക്ക് മഞ്ഞമായ മുതലിട്ടായോ നെറ്റരുപേക്ഷിച്ചു പിന്നോർക്ക് വയറ്റുവാൻ ക്ഷേത്രാങ്കണത്തിലെ ഈ കാഴ്ചകൾ ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. ഒരിടത്തും കാണാൻ സാധിക്കാത്ത വ്യത്യസ്തമായ തെണ്ട് നിവേദ്യ ചടങ്ങുകളാണ് പ്രസിദ്ധമായ വടക്കൻ പറവൂരിലെ കാളികുളങ്ങര ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നടക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാലയിടുന്നത് ക്ഷേത്രത്തിൽ നിന്നും പകർന്നു തരുന്ന അഗ്നി ഉപയോഗിച്ചാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാരം. കാരണം കാളികുളങ്ങര എന്നാൽ കുളത്തിൻകരയിൽ വാഴുന്ന കാളി എന്നാണ് ഐതിഹ്യം. ആയതിനാൽ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിലെ ജലം ഉപയോഗിച്ച് വേണം നിവേദ്യം അർപ്പിക്കാൻ. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ക്ഷേത്രക്കുളം മലിനമാകാതിരിക്കാനും ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥവും ജലം പമ്പ് ചെയ്ത് ടാങ്കുകളിൽ സംഭരിച്ച് വിതരണം ചെയ്യുന്നു. ഒരിടത്തുമില്ലാത്ത രീതിയിൽ പാളയിൽ തയ്യാറാക്കി ക്ഷേത്രമുറ്റത്ത് ചുട്ടെടുക്കുന്ന തെണ്ട് നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വെള്ളത്തിൽ കുതിർത്ത് മയപ്പെടുത്തിയ കവുങ്ങിൻ പാള, അരിപ്പൊടി, ശർക്കരപ്പാനി കൂടാതെ അവനവൻ്റെ ഇഷ്ടപ്രകാരമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും ക്ഷേത്രത്തിലെ തീർത്ഥജലവും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം പ്രത്യേക രീതിയിൽ പാളയ്ക്കുള്ളിലാക്കി കെട്ടിമുറുക്കി ക്ഷേത്രാങ്കണത്തിൽ ചെറിയ മണൽക്കൂനകൾ തീർത്ത് അതിൽ കുഴിച്ചിടുന്നു. അതിനു മുകളിൽ അഗ്നികുണ്ഡം തയ്യാറാക്കി ആ ചൂടേറ്റ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് തെണ്ട് നിവേദ്യം. മണിക്കൂറുകൾ കഴിഞ്ഞ് അഗ്നി കെട്ടടങ്ങിയതിനു ശേഷം തെണ്ടുകൾ എടുക്കുന്നു. കൂടാതെ ഇതേ മിശ്രിതം ഉപയോഗിച്ച് അവയവ രൂപങ്ങൾ തയ്യാറാക്കി മറ്റു പാത്രങ്ങളിൽ വേവിച്ചെടുക്കുന്നതും ഇവിടുത്തെ നിവേദ്യമാണ്. സാധാരണ എല്ലായിടത്തും കാണാറുള്ള പൊങ്കാലയും കാണാൻ സാധിക്കും. വെണ്ടയ്ക്ക് മഞ്ഞമായ മുതലിട്ടായോ നെറ്റരുപേക്ഷിച്ചു പിന്നോർക്ക് വയറ്റുവാൻ വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടിരുന്ന തേങ്ങ കൊത്ത് അരിഞ്ഞ് വറുത്ത് നെയ്യിൽ വറുത്തത്, ചുക്കും ഏലക്കായയും ജീരകവും പൊടിച്ച് നമ്മുടെ പായസത്തിനൊക്കെ ഉള്ള സാധനം ഇതല്ല അല്ലേ? അത് തന്നെയാണ്. അതൊക്കെ ചേർത്തിട്ട് നമ്മള് പിന്നെ എള്ള് ചേർക്കാം. പിന്നെ കപ്പലണ്ടി അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം, കുറേ കൂടെ സ്വാദാവും. പാള എങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ടിരാണോ? കുതിർത്തി അതിന്റെ ഉള്ളിലെ തൊലി ഉണ്ടല്ലോ, ആ പാട പോലെയുള്ളത്, ആ പാട പോലെ അത് പൊളിച്ച് കളഞ്ഞ് കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കി അരി മൂലൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കി. കവളന്മാരെല്ലാം ചിരട്ടയില്ല. ഇത് വരയും കുരു എന്നും പറയും. അതായത് നമുക്ക് പണ്ട് രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല, പല രൂപത്തിലൊക്കെ, പിന്നെ കാലിന് അസുഖമുള്ള നേർച്ച അങ്ങനെയുള്ളവർക്ക് ഓരോ നേർച്ച രൂപത്തിലുണ്ടാക്കി
വേവിച്ചെടുക്കും. ഇതിപ്പോ അതിന്റെ ഇടുന്ന അതേ അരിയും സാധനങ്ങളും തന്നെയാണോ? പൊടി അരിപ്പൊടി അതേപോലെ തന്നെ തെണ്ടിന്റെ തന്നെ അരിപ്പൊടി മാറ്റം വരുത്തുന്നു. രൂപത്തിൽ മാറ്റം വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ആവിയിലാണ് വേവിക്കുന്നത്. മറ്റേത് നമ്മൾ അടപ്പ് കനല് നേരത്തെ കൊള്ളാൻ ഈ പൈസ മണലല്ലോ. മകരം 1-ന് ആരംഭിക്കുന്ന തെണ്ട് നിവേദ്യം കുംഭം 12-ന് രാത്രി നടക്കുന്ന വലിയ വിളക്കോടുകൂടി സമാപിക്കുന്നു. കുംഭം 8 മുതൽ 12 വരെയുള്ള പ്രധാന ദിവസങ്ങളിലാണ് നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ ദണ്ഡ് നിവേദ്യത്തിനായി ക്ഷേത്രത്തിലെത്തുന്നത്. വളരെ വിചിത്രവും വ്യത്യസ്തവുമായ ഒരു ആചാരവും ചടങ്ങുകളുമാണ് വടക്കൻ പറവൂരിലെ പ്രസിദ്ധമായ കാളികുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ആനയ്ക്ക് കരിമലയിൽ പ്രവേശനമില്ല. മകരസംക്രമത്തിൽ കൊടികയറ്റവും 41 ദിവസശേഷം മറ്റൊരു ക്ഷേത്രാചാര്യങ്ങളിൽ നിന്നാത്ത വലിയ വിളക്കെഴുന്നള്ളിപ്പോലെയും വലിയ ഗുരുതിയോടെയും മഹോത്സവം സമാപിക്കുന്നു. കലപ്പൂരിയിൽ കൗകിപ്പാളയിൽ തെറ്റ് സമർപ്പണവും ദേവതയുടെയും ഗുരുദേവന്റെയും ഉപദേവതകളുടെയും തിരുസന്നിധിയിൽ കാണിക്ക സമർപ്പണവും യഥാവിധി വഴിപാട് സമർപ്പണവും നടത്തി കുളത്തിൽ കരയിൽ വാഴുന്ന അമ്മയെ പ്രാർത്ഥിച്ചാൽ ശുഭ്രപ്രസാദിനിയായ അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുമെന്ന് നിരവധി അനുഭവസാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. കടകളുടെ പിന്നിൽ നടപടി വിട്ടിരിക്കും. ും